എന്ത് പറയുന്നു എല്ലാവരും? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? എല്ലാവരും സുഖമായിട്ടിരിക്കുക, ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടൊക്കെ എല്ലാവരും ഇരിക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും ന്യൂ ഇയർ ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ? എല്ലാവരും നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ നന്നായിട്ട് നടത്തിയോ? എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു വർഷം ഉണ്ടാകട്ടെ. 2022 എന്തുകൊണ്ടും എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പം ഞാൻ ഇന്നലെ നിങ്ങൾക്ക് ഫുഡുമായിട്ടൊന്നും വന്നിട്ടില്ല, റെസിപ്പിയൊന്നും കൊണ്ടുവന്നില്ല. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഈ പുതുവർഷത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നത് ഞാൻ ചെയ്യുന്ന ഒരു സ്റ്റൈലിലുള്ള ചിക്കൻ മന്തിയാണ്. കുഴിമന്തി ഇല്ലേ, അത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. വാ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ: 1.5 കിലോ ചിക്കനാണ് എടുത്ത് ഞാൻ വെച്ചിരിക്കുന്നത്. 1.5 കിലോ ചിക്കൻ മന്തി പീസാക്കി തരാൻ പറയുമ്പോഴത്തേക്ക് അവർ കടയിൽ നിന്ന് നമുക്ക് ചെയ്തു തരും. അപ്പോൾ അതങ്ങനെ ആക്കി 10-12 പീസസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ 1.5 ഗ്ലാസ് അരി 1 മണിക്കൂറിന് മുന്നിലേ എടുത്ത് നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം. അതുപോലെ 1/2 കപ്പ് പുതിനയില എടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ 1 കപ്പ് മല്ലിയിലയും എടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. രണ്ട് ക്യാപ്സിക്കം, മീഡിയം സൈസ് ക്യാപ്സിക്കം എടുത്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ കുരുമുളക് കുറച്ച് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഉപ്പ് ആവശ്യത്തിന് വേണമല്ലോ, ഉപ്പ്. പിന്നെ 1/2 ക്യാരറ്റ് എടുത്ത് ഞാനിങ്ങനെ വെച്ചിരിക്കുകയാണ്, അരിഞ്ഞ് ചെറിയ പീസസ് ആക്കിയിട്ട്. അതുപോലെ 5-6 പച്ചമുളക് എടുത്ത് മൊത്തത്തിലുള്ളത് വെച്ചിരിക്കുകയാണ്. പിന്നെ കുരുമുളക് പൊടി ആവശ്യത്തിന് വേണം നമുക്ക്, അതും കുറച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഗരം മസാലയിലുള്ള നമ്മുടെ ഏലക്ക, പട്ട, ഗ്രാമ്പു, ഫ്ലവർ, അതുപോലെ ബേ ലീഫ്, പിന്നെ ചെറിയ ജീരകം, ഇതെല്ലാം എടുത്ത് വെച്ചിരിക്കുകയാണ്. അതൊക്കെ കുറച്ച് മതി നമുക്ക്, അത് റൈസിലിടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ 1 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിന് ഈ കളർ, ഇച്ചിരി ഫുഡ് കളർ ചേർത്തേ പറ്റത്തുള്ളൂ. റെഡ് കളറാണ് ഞാൻ ഇതിനകത്ത് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് തയ്യാറാക്കി വെക്കണം. ഇത് ചിക്കൻ നമുക്ക് നേരത്തെ 1 മണിക്കൂർ മുമ്പെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആ മസാലാസൊക്കെ ചിക്കന് പിടിക്കണ്ടേ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത്? ചിക്കൻ നമുക്ക് ആദ്യമായിട്ട് ഇങ്ങനെ നിരത്തി വെക്കണം. നമുക്ക് കുറച്ച് പീസസ് ഒക്കെ അല്ല ഉള്ളത്. ചിക്കൻ ഇങ്ങനെ നല്ല ഇതായിട്ട് നിരത്തി വെക്കണം. അതിന് നല്ല സ്പേസ് കൊടുത്ത് നിരത്തി വെക്കണം. ചിക്കൻ എല്ലാവരും കട്ട് ചെയ്ത് മേടിക്കുമ്പോഴത്തേക്ക് അതേ രീതിയിൽ വേണം കട്ട് ചെയ്ത് മേടിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെറിയ പീസസ് ആയ മന്തിക്ക് കൊള്ളത്തില്ല. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഈ ചിക്കൻ ആണെങ്കിൽ മസാലാസൊക്കെ ഉള്ളിലോട്ട് കയറി പിടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചിട്ടോ ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കണം. ചിക്കന് ചെറുതായിട്ട് ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കണം. ആയിട്ട് ചേർക്കുന്നത്, നമ്മൾ ഈ മന്തിയിൽ നമ്മൾ ഒത്തിരി മസാലകളോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ലല്ലോ. ആദ്യമായിട്ട് ചെറിയ ജീരകം നമുക്ക് ഇതിനകത്തോട്ട് കുറേ വിതറാം. അത് 1 ടീസ്പൂണോളം മതി കേട്ടോ, കൂടുതലാകരുത്. അപ്പോൾ അല്ലെങ്കിൽ ആ ജീരകത്തിൻ്റെ ഫ്ലേവർ അങ്ങ് മുന്നിൽ നിൽക്കും. അതുപോലെ കുരുമുളക് പൊടിയും നമുക്ക് കുരുമുളകാണ് നമുക്കിതിന് വേണ്ടത്. കുരുമുളകിൻ്റെ എരിവൊക്കെയാണ് ഇതിനകപ്പാടുള്ളത്. 1 ടേബിൾ സ്പൂണോളം വേണം കുരുമുളക്. അതുപോലെ ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് ഈ ക്യാപ്സിക്കം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ പുതിനയില, മല്ലിയില, എന്നിട്ട് നമ്മൾ പറഞ്ഞില്ലേ ഇതിനകത്ത് ഇച്ചിരി ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഫുഡ് കളർ നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇത് ചിലർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. അത് ഇഷ്ടമില്ലാത്തവരങ്ങ് ഇത് സ്കിപ്പ് ചെയ്യുക. അതിന് പകരം ശകലം മഞ്ഞപ്പൊടി അങ്ങനെ കലക്കി ഒഴിക്കുന്നതും അത് മതി. പിന്നെ ഇതിനകത്തൊരു ഭംഗിക്ക് വേണ്ടി, ചിക്കൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു മന്തിയുടെ ആ ഒരു എല്ലാ ഇതും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ റെഡ് കളർ ചേർക്കുന്നത്. ടൈമിൽ ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അരി ബോയിൽ ചെയ്യണ്ടേ നമുക്ക്. അതിന് വേണ്ടിയിട്ട് വെള്ളം വെട്ടി തിളച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് അതിന് ആവശ്യത്തിന്, അരി വേകാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ആദ്യം തന്നെ ഉപ്പാണ് ഇതിന് ഇടേണ്ടത്.
എന്നിട്ട് അതിലേക്ക് മറ്റേ നമ്മുടെ ഗരം മസാലയിലുള്ള മസാലകളെല്ലാം, ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ഇതെല്ലാം കൂടെ നമുക്ക് മറ്റേ ബേ ലീഫ് എല്ലാം കൂടെ ഇട്ട് കൊടുക്കും. പിന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയില്ലേ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ അരിയാണെങ്കിൽ നമുക്ക് അറിയാമല്ലോ, മന്തിയുടെ റൈസ് കൂടുതൽ വേഗത്തില്ല. നമുക്കൊരു 75 വേണ്ട, ഒരു 70% വെന്താൽ മതി. അപ്പോഴത്തേക്ക് നമുക്കത് ഒരരിപ്പയിലോട്ട് മാറ്റുകയും വേണം. അരി വെന്ത് പോകരുത്, എല്ലാവരും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മന്തി പലരും പല രീതിയിൽ ഉണ്ടാക്കും. പിന്നെ ഞാനിത് ചെയ്ത് നോക്കിയിട്ട് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയാണ്. പിന്നെ കുഴിമന്തിയാണല്ലോ ഇപ്പൊ നാട്ടിലെല്ലായിടവും കുഴിമന്തിയും കാര്യങ്ങളും ഒക്കെയാണ്. നമുക്ക് കുഴിയും കാര്യങ്ങളും ഒന്നുമില്ല. അല്ലാതെ ഈ മന്തി നമുക്ക് എത്രയും ഭംഗിയായിട്ട് ടേസ്റ്റി ആയിട്ട് നല്ല രീതിയിൽ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ പലതവണ ചെയ്ത് നോക്കി, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മന്തിയാണ്. നിങ്ങളും ഇതെല്ലാവരും ഈ രീതിയിലൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഉണങ്ങിയ നാരങ്ങയില്ലേ, അതിപ്പോൾ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. ഇപ്പം മന്തിയൊക്കെ ഇങ്ങനെ ആയപ്പോഴത്തേക്ക് അത് നല്ല ബ്ലാക്ക് കളറിലിരിക്കും. എനിക്കിവിടെ നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പം എൻ്റെ വീട്ടിൽ ഉണങ്ങിയൊരു നാരങ്ങ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, ഞാൻ അതെടുത്തിടുവാണ്. നമുക്കതിൻ്റെ ഒരു ഫ്ലേവർ മതിയല്ലോ. അത് വിട്ട് നമുക്കതിനെ കുറച്ച് നേരം വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്കത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അത് നമ്മുടെ ഫ്രിഡ്ജിലിരുന്നല്ലേ, അപ്പം നമ്മൾ ആദ്യം തന്നെ ആ തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിം തന്നെ വെച്ച് കൊടുക്കണം. എല്ലാം സെറ്റായിട്ട് വരുക. എന്നിട്ട് ഇത് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ഇത് നമുക്ക് 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് തിരിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് വേവിക്കണം. നന്നായിട്ട് വെന്തോളും. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് നോക്കാം ചിക്കൻ എന്തായെന്ന്. ചിക്കൻ നന്നായിട്ട് കിടന്ന് വേകുന്നുണ്ട്. നമുക്കിതിനകത്ത് ഇത് ഇച്ചിരി എണ്ണമയത്തിലിരിക്കുന്നതല്ലേ ഈ റൈസ് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ആ എണ്ണയാണ് ഇതിൻ്റെ എണ്ണയും. പിന്നെ ഈ നമ്മൾ ചേർക്കുന്ന ഈ ക്യാപ്സിക്കവും ക്യാരറ്റും ഒന്നും ഈ ചിക്കൻ വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഒന്നും കാണത്തില്ല. ഇതുമായിട്ടൊക്കെ അങ്ങനെ അലിഞ്ഞു പോയിരിക്കും. ആ സമയമാകുമ്പോഴത്തേക്ക് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുവാണ്. നമ്മളൊരു മടുക്കാത്ത റൈസാണിത്. എന്താണെന്ന് വെച്ചാൽ മറ്റേ നമ്മുടെ ബിരിയാണിയൊക്കെ നമ്മൾ കുറച്ച് കഴിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് മടുക്കത്തില്ലേ, പക്ഷേ ഇത് നമ്മൾ കൂടുതലും മടുക്കത്തില്ല. എന്ന് വെച്ചാൽ കൂടുതൽ മസാലകളൊന്നും ചേരാത്തത് കൊണ്ടാണത്. അങ്ങനെ നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞ് അതുപോലെ നമ്മൾ 1-2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് തിരിച്ചും മറിച്ചും ഒക്കെയാണ് ഇതെടുത്ത് വേണ്ടത്. ആ സമയം നമുക്ക് ഇതാണ്ട് ഇവിടെ റൈസ് കുക്കാവുന്നുണ്ട്. റൈസ് എത്രമാത്രം വെന്തെന്ന് നോക്കാം. കൂടുതൽ വേഗരുത്, അതാണ്. ഒരു ശകലവും കൂടെ വേഗാനുണ്ട് ചിക്കൻ ആവുന്ന സമയത്ത് അവിടെ. അത് നമുക്ക് ഈ റൈസ് കറക്റ്റ് ചൂടോട് കൂടിയാണ് ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അതുകൊണ്ടിട്ട് ശകലവും കൂടെ വേഗാനുണ്ട്. ഒരു 2-3 മിനിറ്റ് കൂടെ വേഗാനുള്ള വേഗമുണ്ട്. നമുക്ക് അടച്ച് വെച്ച് പിന്നെ വേവിക്കാം. അതുപോലെ നമുക്ക് ചിക്കനും അടച്ച് വെച്ച് 3-4-5 മിനിറ്റ് വേവിക്കാം. നമുക്ക് ഓഫാക്കി വയ്ക്കാം. അപ്പോഴത്തേക്ക് ഈ നാരങ്ങ നമുക്ക് ഇനി ആവശ്യമുണ്ട്. അത് നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ടിത് നമുക്കൊരു അരിപ്പയിൽ വെച്ചിട്ട് വാർന്നെടുക്കാം. നമുക്ക് നോക്കാം. വീണ്ടും ഒരുവിധം എല്ലാം ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വീണ്ടും ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുവാണ്. ഇതിനിപ്പോൾ ഫൈനലിലൊരു തിരിച്ചിടിയിലാണ്. അപ്പോൾ തന്നെ എല്ലാം ആ ഭാഗത്തോട്ട് എല്ലാ മസാല എല്ലാം പിടിച്ചിട്ടുണ്ട്. നമ്മൾ അത് ഫോർക്ക് വെച്ച് ഇങ്ങനെ കുത്തി കൊടുക്കത്തില്ലേ, അപ്പോഴത്തേക്കും നമ്മുടെ ഈ ചിക്കൻ്റെ അകത്തോട്ട് എല്ലാം ഇതിനകത്ത് ഇടുന്ന എല്ലാ ഗ്രേവിയും ചെന്ന് പിടിച്ച് ചിക്കൻ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് കുറച്ച് കുരുമുളക് ഇങ്ങനെ ഇട്ടങ്ങ് കൊടുക്കാം. ഈ നമ്മൾ ഈ റൈസ് കഴിക്കുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ കുരുമുളക് കുറച്ച് കടിച്ച് എടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുരുമുളക് ഇടുന്നത്. അതുപോലെ ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം പുറമെ. ഇതിന് നമുക്ക് സിം ചെയ്ത് വെച്ചിട്ടാണ് ഇനിയുള്ള പ്രോസസ്സിങ് എല്ലാം ചെയ്യേണ്ടത്. നമുക്ക് റൈസിൻ്റെ പുറത്തോട്ട് ചിക്കൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അത് ഈ ചൂടോട് കൂടി തന്നെ ഈ റൈസ് വിടണം. അതിലുമാണ് കാര്യം ഇരിക്കുന്നത്. റൈസ് എടുത്തിട്ട്
തണുത്ത് പോകരുത്. റൈസ് നമുക്കിങ്ങനെ നന്നായിട്ട് നിരത്തി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പച്ചമുളക് നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലായിരുന്നോ, ആ പച്ചമുളക് ഓരോന്നോരോന്ന് ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഓരോരോ ഭാഗത്തായിട്ട് പച്ചമുളക് ചിലർക്ക് ഇഷ്ടമാണ് കടിച്ചിങ്ങനെ കഴിക്കാൻ. ഇത് ഇച്ചിരി ഒന്ന് നല്ല രീതിയിലൊന്ന് വെന്ത് വരും ഈ പച്ചമുളക്. പിന്നെ ആ പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവറും വരും. എന്നിട്ട് അതുപോലെ കുറച്ച് മഞ്ഞ കളറ് ഇങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മഞ്ഞപ്പൊടിയാണ് ഞാൻ ഈ കലക്കി വെച്ചിരിക്കുന്നത്. ഓവറാകരുത്, ഇച്ചിരി ഒഴിച്ചാൽ മതി. അതുപോലെ നമുക്ക് ഫുഡ് കളറിൻ്റെ ഈ 2 കളറാണ് നമ്മുടെ മന്തിക്കകത്ത് സാധാരണയായിട്ട് കാണുന്നത്, റെഡും യെല്ലോയും. എന്നിട്ട് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങയില്ലേ, നാരങ്ങ നമുക്കിങ്ങനെ മിഡിലായിട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് എന്നിട്ട് ഒരു മിഡിലിൽ ഇങ്ങനെ ഒരു സ്റ്റീൽ പാത്രം എടുത്ത് ഇങ്ങനെ വെക്കാം. നമുക്ക് ചാർക്കോൾ എടുത്ത് വെക്കാം. അതിൻ്റെ അകത്ത് കുറച്ച് ഓയിലോ നെയ്യോ വല്ലോ ഒക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പം അതിൻ്റെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് വരും. നമ്മൾ ദം ചെയ്തിട്ട് ഏകദേശം ഒരു 10-12 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഓഫാക്കി വയ്ക്കാം. ഇപ്പം തന്നെ പുറത്തോട്ടൊക്കെ ഒരു നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. നമുക്ക് ഓഫാക്കി വയ്ക്കാം. ഇത് ഓഫാക്കി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മാക്സിമം അങ്ങറ്റം പോയി ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ 20 അരമണിക്കൂറോളം നമുക്ക് വെച്ചിട്ട് തുറന്ന് ആ മണം മൊത്തത്തിൽ കയറി നമ്മുടെ ആ റൈസിൽ ഫുള്ള് പിടിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് നമുക്ക് 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഓപ്പണാക്കി കാണിക്കാം നിങ്ങളെ. ഇത് ഓപ്പണാക്കി നോക്കാം. അപ്പം ഇതായിട്ടുണ്ടെന്ന് അറിയാമല്ലോ. നമ്മുടെ ചിക്കൻ എല്ലാം അങ്ങ് അടിയിൽ കിടക്കുമല്ലേ. അപ്പം നമുക്ക് റൈസ് ആണെങ്കിൽ നമുക്കത് വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റണം. അത് ഓപ്പൺ ആക്കിയപ്പോഴുള്ള ആ ഒരു സ്മോക്കിംഗ് ഫ്ലേവർ മൂക്കിലോട്ട് അടിച്ചപ്പോഴത്തേക്ക് അതുപോലെ നമുക്ക് ഈ റൈസ് ഒന്ന് ഈ കളറൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് റൈസ് ഇങ്ങനെ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിടാം. ഈ റൈസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ റൈസ് കൂടുതൽ വേഗരുത്. അത് ഞാൻ നിങ്ങളുടെ പ്രത്യേകം പറയുകയാണ്. റൈസ് കൂടുതൽ വെന്താൽ ഈ റൈസ് തീരെ കൊള്ളത്തില്ല. അത് ആ പരുവത്ത് വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനങ്ങനെ റൈസ് ഓൾമോസ്റ്റ് എടുത്ത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ എല്ലാം നമ്മൾ താഴെ അവിടെ സെറ്റായി തന്നെ അതുപോലെ കിടക്കുവാണ്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ സെർവ് ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. ആ ഒരു പച്ചമുളകും കുറച്ച് റൈസും അതുപോലെ ഇവിടുന്ന് ചിക്കൻ്റെ ആ ഒരു പീസും ഉൾപ്പെടുന്നതായിരിക്കും. പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് സാധാരണ മയോനൈസ് ഒരു റെഡ് ചട്നി ആയിട്ടൊക്കെയാണ് കിട്ടുന്നത്. ഇവിടെ ആരും അത് ഉണ്ടാക്കിയാലും കഴിക്കാറില്ല. അതുകൊണ്ടിട്ട് ഞാൻ സലാഡും പിക്കിളുമായിട്ടാണ് എടുത്ത് സെർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതെല്ലാവരും ഞാൻ ഈ കാണിച്ചതുപോലെ തന്നെ ഫോളോ ചെയ്ത് അതുപോലെ തന്നെ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ അടുത്ത് അഭിപ്രായം പറയേണ്ടതുമാണ്. അപ്പോൾ ഓക്കെ, ബൈ.